എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 8 ഫെബ്രുവരി 2025 ഇന്നത്തെ പഞ്ചാംഗം, രാഹുകാലം, ഭാഗ്യസമയം, ഭാഗ്യനക്ഷത്രം, അഭിജിത്ത് മുഹൂർത്തം, ഭാഗ്യസംഖ്യ എന്നിവയാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട് മകരമാസം 26 തീയതി ശനിയാഴ്ച ദിവസമാണ്. ഏകാദശി തിഥി 8:16 PM വരെ തുടർന്ന് ദ്വാദശി തിഥി, മകയിരം നക്ഷത്രം 6-7 PM വരെ തുടർന്ന് തിരുവാതിര നക്ഷത്രം, പശുക്കരണം 8:49 AM വരെ തുടർന്ന് വിഷ്ടിക്കരണം, വൈദ്യുതി നാമനിത്യോഗം 2-4 PM വരെ തുടർന്ന് വിഷ്കംഭ നാമനിത്യോഗമാണ്. 6:45 AM ഉദയവും 6:27 PM അസ്തമയവും സംഭവിക്കുന്നു. രാഹുകാലം 9:40 AM മുതൽ 11:08 AM വരെയും, യമഖണ്ഡകാലം 2:04 PM മുതൽ 3:31 PM വരെയും, ഗുളികകാലം 6:45 AM മുതൽ 8:13 AM വരെയും ആവും. ഇന്നത്തെ പൊതുവെ ഗുണപരമായിട്ടുള്ള സമയങ്ങളാണ് തുടർന്ന് ചർച്ച ചെയ്യുന്നത്. മേടക്കൂറുകാർക്ക് 12:36 PM മുതൽ 1:37 PM വരെയും, ഇടവക്കൂറുകാർക്ക് 3:40 PM മുതൽ 4:42 PM വരെയും, മിഥുനക്കൂറുകാർക്ക് 4:42 PM മുതൽ 5:43 PM വരെയും, കർക്കിടകക്കൂറുകാർക്ക് 12:36 PM മുതൽ 1:37 PM വരെയും, ചിങ്ങക്കൂറുകാർക്ക് 7:28 AM മുതൽ 8:30 AM വരെയും, കന്നിക്കൂറുകാർക്ക് 8:30 AM മുതൽ 9:31 AM വരെയും, തുലാക്കൂറുകാർക്ക് 3:40 PM മുതൽ 4:42 PM വരെയും, വൃശ്ചികക്കൂറുകാർക്ക് 10:33 AM മുതൽ 11:34 AM വരെയും, ധനുക്കൂറുകാർക്ക് 12:36 PM മുതൽ 1:37 PM വരെയും, മകരക്കൂറുകാർക്ക് 9:31 AM മുതൽ 10:33 AM വരെയും, കുംഭക്കൂറുകാർക്ക് 3:40 PM മുതൽ 4:42 PM വരെയും, മീനക്കൂറുകാർക്ക് 12:36 PM മുതൽ 1:37 PM വരെയാണ് പൊതുവെ ഗുണപരമായിട്ടുള്ള സമയങ്ങൾ. ഇന്നത്തെ പൊതുവെ ഗുണപരമായിട്ടുള്ള നക്ഷത്രങ്ങൾ 6 നക്ഷത്രങ്ങളാണ്: കാർത്തിക, പൂണാർദ്ധം, പൂരം, ചിത്തിര, ഉത്രട്ടാതി, രേവതി. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തത്തിന് ഒന്നാം ഭാഗം 12:12 PM മുതൽ 12:34 PM വരെയും, രണ്ടാം ഭാഗം 12:38 PM മുതൽ 12:59 PM വരെയും ആവുന്നു. ഇന്നത്തെ പൊതുവെ ഗുണപരമായിട്ടുള്ള സംഖ്യകളാണ് തുടർന്ന് ചർച്ച ചെയ്യുന്നത്. മേടക്കൂറുകാർക്ക് 47-61, ഇടവക്കൂറുകാർക്ക് 13-98, മിഥുനക്കൂറുകാർക്ക് 54-20, കർക്കിടകക്കൂറുകാർക്ക് 6-37, ചിങ്ങക്കൂറുകാർക്ക് 15-89, കന്നിക്കൂറുകാർക്ക് 46-74, തുലാക്കൂറുകാർക്ക് 59-62, വൃശ്ചികക്കൂറുകാർക്ക് 10-94, ധനുക്കൂറുകാർക്ക് 77-28, മകരക്കൂറുകാർക്ക് 5-34, കുംഭക്കൂറുകാർക്ക് 31-18, മീനക്കൂറുകാർക്ക് 92-60 എന്നിവയാണ് പൊതുവെ ഗുണപരമായിട്ടുള്ള സംഖ്യകൾ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ്. ലോട്ടറി മുതലായ ഭാഗ്യവീക്ഷണമായി ഇതിന് യാതൊരു ബന്ധവും അറിയിക്കുന്നു. നന്ദി.